CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്ത സംസ്ഥാന സമ്മേളനം സംസ്ഥാന കൗൺസിലിൽ നടന്നത് കടുത്ത വെട്ടിനിരത്തലാണ്. AITUC നേതാക്കളായ മീനാങ്കൽ കുമാറിനെയും സോളമൻ വെട്ടുകാടിനെയും ഒഴിവാക്കി. നേതാക്കൾക്ക് എതിരായ പലതും വെട്ടിത്തുറന്നു പറയുമെന്ന് മീനാങ്കൽ കുമാറിന്റെ ഭീഷണി. മഹേഷ് ചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മഹേഷ്, നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തിന് ബിനോയ് വിശ്വം തുടരുന്നതാണ് താല്പര്യം, അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം തുടരും എന്ന വാർത്ത നമ്മൾ നൽകിയതാണ്. ഇന്ന് ആ തീരുമാനം എന്തായാലും ഔദ്യോഗികമായി ഉണ്ടാകുന്നു. പക്ഷേ അതിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ഈ വെട്ടിനിരത്തൽ ആരോപണം, പ്രത്യേകിച്ച് പാർട്ടിയോട് തന്നെ ഭീഷണി മുഴക്കി നേതാക്കൾ രംഗത്ത് വരുന്നതാണ്, അതും പരസ്യമായി. അത് CPIയുടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ ആലപ്പുഴയിൽ അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ പൊതുസമ്മേളനം പൂർത്തിയായിരിക്കുന്നു. ഈ സമ്മേളനം സെക്രട്ടറിയായിട്ട് ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം കാനൻ രാജേന്ദ്രൻ മരിച്ചപ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തെ സമ്മേളനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നു. പുതിയ പാനൽ അവതരിപ്പിച്ചത് 103 അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ പാനലാണ് അവതരിപ്പിച്ചത്. ആ പാനൽ ഏകണ്ഠമായി സമ്മേളനം അംഗീകരിച്ചു. ഈ സമ്മേളനം അംഗീകരിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഈ പാനൽ അടക്കമുള്ള ഈ പാനൽ ഉണ്ടായിരുന്നവർ അടങ്ങുന്ന കമ്മിറ്റി, സംസ്ഥാന കൗൺസിൽ, അത് യോഗം ചേരുകയും ആ യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി D രാജയാണ് ബിനോയ് വിശ്വത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചത്. അത് ഒരു എതിർപ്പും ഉണ്ടാകാതെ ഏകണ്ഠമായി തന്നെ ആ ബിനോയ് വിശ്വത്തിൻ്റെ പേര് പുതിയ സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തു. 103 അംഗ കൗൺസിലാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. നേരത്തെ 98 പേരായിരുന്നു കൗൺസിൽ ഉണ്ടായിരുന്നത്. 10 ക്ഷണിതാക്കൾ കൂടി വരുമ്പോൾ 113 അംഗ കൗൺസിലാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ കൗൺസിലിൽ നിന്ന് വളരെ വെട്ടി നിർത്തിയത് വലിയ വിഷയമായി, വിവാദമായി മാറിയിരിക്കുകയാണ്. AITUC തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയായ മീനാങ്കൽ കുമാർ, അതുപോലെ തന്നെ AITUC ജില്ലാ പ്രസിഡന്റ് സോളമൻ വെട്ടുകാട്, ഇവരെയൊക്കെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. കൊല്ലത്ത് നിന്ന് പുതുമുഖങ്ങളായിട്ട് S ബുഹാരിയും മന്മഥൻ നായരും ലിജു ജമാലും കടന്നു വരികയും ചെയ്തു. ചാത്തന്നൂർ MLA ഇത്തവണ സംസ്ഥാന കൗൺസിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അദ്ദേഹത്തിന് സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തവണ. തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയറായ PK രാജു, AS റൈസ് എന്നിവർ ക്ഷണിതാക്കളായിട്ട് സംസ്ഥാന കൗൺസിലിന്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു വെട്ടിനിരത്ത് ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമനെയാണ്. അത് സംസ്ഥാന കൗൺസിലിൽ ശരി മഹേഷ്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വം D രാജയും അതോടൊപ്പം മാധ്യമങ്ങളെ കാണിക്കുകയാണ് തത്സമയം. More with people and taking up all challenges, particularly the challenges coming from the communal right-wing fascist forces, the BJP, RSS combined, in order to save the constitution, in order to save the nation and Kerala. Our secretary will function with all his effective and rich experience in politics and his own understanding of political ideological issues. He will successfully lead our party. We convey our best wishes to Comrade Binoy Vishwam. He will speak to you what is his perspective and how he is going to take the party forward in the state of Kerala. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ കാലത്തും നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹം സൃഷ്ടിച്ചവരാണ്. പാർട്ടി പ്രവർത്തനങ്ങളെ അടുത്തു നിന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചവരാണ്. മാധ്യമങ്ങളോട് ഞങ്ങളുടെ ബന്ധം എല്ലാ കാലത്തും സൗഹാർദ്ദപരമായിരുന്നു. നാളെയും അങ്ങനെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളെല്ലാം ഉള്ളപ്പോഴും മാധ്യമങ്ങളുടെ പൊതുവായിട്ടുള്ള പിന്തുണയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്ദിയോടെ സ്മരിക്കുന്നു. ആലപ്പുഴ സമ്മേളനം എല്ലാ പ്രകാരത്തിലും വിജയകരമായി സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലെ ഈ സ്റ്റേറ്റ് സമ്മേളനം ഐക്യത്തിൻ്റെ സമ്മേളനമായി പ്രഖ്യാപിക്കപ്പെടും. ഈ സമ്മേളനം പാർട്ടിയിൽ അടിമുടിയുള്ള ഒരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം. അതിൻ്റെ പ്രഖ്യാപനമാണ് ആലപ്പുഴ സമ്മേളനം. ഈ സമ്മേളനം വരുംകാല പോരാട്ടങ്ങളിൽ ദൂരോടെ എഴുതുവാനും വിജയം നേടുവാനും ഒരു നടപടി മാത്രമാണ്. പ്രായപരിധി ആയിട്ടില്ല, 25 വയസ്സായിട്ടില്ല. ഇല്ല, അതായിട്ടില്ല. അതിൻ്റെ പേരിലല്ല, പുതിയ ആളുകൾ കൊണ്ടുവരണമല്ലോ. അപ്പം പുതിയവരും പഴയവരും ചേരുന്നതാണ് കൗൺസിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പരാതിയും പരിഭവവും ഇല്ല. ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ സാധാരണ പ്രവർത്തനമായിട്ട് ജീവിതം ആരംഭിച്ച ആളല്ലേ.
18ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ്. എല്ലാ സ്ഥാനങ്ങളും ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെയുള്ള എല്ലാ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. അതൊക്കെ പാർട്ടിയിൽ തന്നത്. അപ്പോൾ ഇപ്പോൾ കൗൺസിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് വേറെ യാതൊരു കുഴപ്പമില്ല. പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. മീനാങ്കൽ കുമാറിനെ പോലുള്ളവരൊക്കെ പരസ്യമായ പ്രതികരണത്തിനൊക്കെ രംഗത്ത് വരികയും ശക്തമായി എതിർപ്പ് ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നത് അതൊരു ന്യായമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. CPI തുടരും ശക്തമായി. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും പരിഭവവും പരാതികളും ഒന്നും പറയാൻ KK ശിവരാമൻ തയ്യാറാകുന്നില്ല. താൻ ഒരു പാർട്ടി പ്രവർത്തനം തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത്. എന്തായാലും സമ്മേളനം അവസാനിക്കുമ്പോൾ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള KK ശിവരാമൻ എന്തായാലും ഇത് സാധാരണ നിലയിലുള്ള ഒരു നടപടി എന്ന തരത്തിൽ പറഞ്ഞ് പാർട്ടിക്ക് ഒപ്പം തന്നെ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ മീനാങ്കൽ കുമാർ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി പലതും തുറന്നു പറയും എന്ന് പറഞ്ഞത് അടുത്ത ദിവസങ്ങളിലും സമ്മേളനത്തിന്റെ ബാക്കി പത്രമായി ചില വിവാദങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതുകൂടിയാണ്. പക്ഷേ സമ്മേളനം അവസാനിക്കുമ്പോൾ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ, വർഗീയ ശക്തികളോട് പൊരുതാൻ കേരളത്തിലെ പാർട്ടിയെ നന്നായി നയിക്കാൻ ബിനോയ് വിശ്വത്തിന് സാധിക്കുമെന്ന് ജനറൽ സെക്രട്ടറി D രാജ കൂടി വ്യക്തമാക്കുകയാണ്.